കാട്ടാക്കട ആദിത്യൻ ഫൗണ്ടേഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആദിത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസസ് കോളേജിൽ 2026-27 അധ്യയന വർഷത്തേക്കുള്ള പ്രവേശന നടപടികൾ ആരംഭിച്ചു. കോളേജിലെ ആദ്യ ബാച്ച് വിദ്യാർത്ഥികൾക്കായി BVoc പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 2026 ജൂലൈ 8 രാവിലെ 9 മണി മുതൽ കോളേജിൽ വച്ച് പ്രവേശന നടപടികൾ ആരംഭിക്കും. പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്വകാര്യ ആശുപത്രികൾ ഉൾപ്പെടെ വിവിധ ആരോഗ്യ സ്ഥാപനങ്ങളിൽ തൊഴിലവസരങ്ങൾ ലഭ്യമാകുമെന്ന് കോളേജ് അധികൃതർ അറിയിച്ചു. കൂടാതെ തിരുവനന്തപുരം ഗവൺമെന്റ് ഓഫീസ് കോംപ്ലക്സിലെ ലാൽ ബഹദൂർ ശാസ്ത്രി സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി LBS നടത്തുന്ന ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കോഴ്സിലേക്കുള്ള പ്രവേശനത്തിനായുള്ള അഭിമുഖം 2026 ജൂലൈ 13-14 തീയതികളിൽ നടക്കും. വിദ്യാർത്ഥികൾക്ക് മികച്ച വിദ്യാഭ്യാസവും തൊഴിൽ സാധ്യതകളും ഉറപ്പാക്കുന്ന കോഴ്സുകളാണ് സ്ഥാപനത്തിൽ ഒരുക്കിയിരിക്കുന്നതെന്ന് കോളേജ് ചെയർമാൻ ശ്യാം ലൈജു അറിയിച്ചു. ആദിത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് കോളേജിലെ വിദ്യാർത്ഥികളുടെ പ്ലേസ്മെന്റ് ഡ്രൈവ് ഇന്ന് നടക്കുകയാണ് നമ്മുടെ കോളേജിൽ. അപ്പോൾ എന്നോടൊപ്പം ആയിരിക്കുന്നത് നമ്മുടെ കോളേജിന്റെ പ്രിൻസിപ്പൽ ഡോക്ടർ തുഷാര, കോളേജിന്റെ മാനേജർ ശ്രീമതി ഷൈനി ഷാജി ആണ് എന്നോടൊപ്പം ആയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കോളേജിലെ വിദ്യാർത്ഥികൾ 3 വർഷത്തെ ക്ലാസ്സുകൾ പൂർത്തിയാക്കി UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയുടെ ബാച്ചിലർ ഓഫ് വൊക്കേഷണൽ പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകൾ പൂർത്തിയാക്കിയ എല്ലാ വിദ്യാർത്ഥികൾക്കും അവർക്ക് പ്ലേസ്മെന്റ് കൊടുക്കുക എന്നുള്ള നമ്മുടെ മാനേജ്മെന്റിന്റെ ഒരു ആഗ്രഹപ്രകാരം നമ്മൾ മിനിസ്ട്രി ഓഫ് അഫയേഴ്സിന്റെ അണ്ടറിലുള്ള മെഡിസോൾ എന്ന് പറയുന്ന ഒരു കമ്പനിയുമായിട്ട് ടൈപ്പ് ചെയ്യുകയും നമ്മുടെ എല്ലാ വിദ്യാർത്ഥികളെയും നമ്മുടെ ദക്ഷിണേന്ത്യയിലെ വിവിധ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലേക്ക് ഇന്റേൺഷിപ്പ് വിത്ത് പ്ലേസ്മെന്റ് ആയിട്ട് നിയമിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഈ ഒരു വർഷക്കാലം ഇന്റേൺഷിപ്പ് കഴിഞ്ഞാലും അല്ലെങ്കിൽ ഈ പഠനത്തോടൊപ്പം തന്നെ ഇന്റേൺഷിപ്പിനോടൊപ്പം തന്നെ അവർക്ക് സാലറിയും ലഭിക്കുന്ന തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് പല ഹോസ്പിറ്റലുകളിലും നമ്മൾ നടത്തിയിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഈ കോഴ്സ് കഴിഞ്ഞു, ഇനി അവർക്ക് വിദേശത്ത് രാജ്യങ്ങളിലായാൽ പോലും അവർക്ക് ജോലിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഇന്റേൺഷിപ്പ് ഇല്ലാതെ തന്നെ പല രാജ്യങ്ങളിലും അവർക്ക് ജോലി ചെയ്യാനായിട്ട് സാധിക്കും. അതൊക്കെ ഏതൊക്കെ രാജ്യങ്ങളാണ് തുടങ്ങി എല്ലാ അവയർനെസ് ക്ലാസ്സുകൾ ഉൾപ്പെടെയുള്ള സെമിനാർ ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്ലേസ്മെന്റ് ഡ്രൈവാണ് ഇവിടെ നടക്കുന്നത്. വരുന്ന 13-14 തീയതികളിൽ നമ്മുടെ ഗവൺമെന്റ് ഓഫ് കേരള LBSന്റെ ലാൽ ബഹദൂർ ശാസ്ത്രി സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഡിപ്ലോമ കോഴ്സാണ്. ഡിപ്ലോമ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത 25 വിദ്യാർത്ഥികളുണ്ട്. അവർക്ക് 13-14 തീയതികളിൽ നമ്മുടെ കോളേജിൽ വെച്ച് തന്നെ ക്യാമ്പസ് സെലക്ഷൻ നൽകുന്നുണ്ട്. അത് ഇതുപോലെ തന്നെ ലോജിസ്റ്റിക്സ് കമ്പനികൾ, വളരെ പ്രമുഖമായിട്ടുള്ള ലോജിസ്റ്റിക്സ് കമ്പനികളുടെ ഡയറക്ടർമാർ നേരിട്ട് കോളേജിൽ വരികയും കോളേജിൽ നിന്ന് സെലക്ട് ചെയ്തുകൊണ്ട് അവരെ പ്ലേസ് ചെയ്യുന്ന രീതിയിലാണ് 13-14 തീയതികളിലും നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് പല കോളേജുകളും അവർക്ക് പഠനത്തോടൊപ്പം പ്ലേസ്മെന്റ് വാഗ്ദാനം ചെയ്യുമെങ്കിലും കോഴ്സ് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കൊടുത്ത് വിടലാണ് പതിവ്. പക്ഷേ നമ്മുടെ കോളേജിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു പ്രധാന ഒരു ഉത്തരവാദിത്വം എന്നുള്ള രീതിയിൽ തന്നെ ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മളിവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന 60 വിദ്യാർത്ഥികൾക്ക് പ്ലേസ്മെന്റ് എന്നുള്ള ആ ഒരു ഉത്തരവാദിത്വം നിറവേറ്റുക എന്നുള്ള ആഗ്രഹം നിറവേറ്റാൻ സാധിച്ചു എന്നുള്ള ഒരു സത്യം കൂടെ നിങ്ങളെ അറിയിക്കുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ നമ്മുടെ എല്ലാ വിദ്യാർത്ഥികളുടെയും അതുപോലെ തന്നെ എല്ലാ മാധ്യമ സുഹൃത്തുക്കളുടെയും സപ്പോർട്ടുകൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളെ എല്ലാവരുടെ സപ്പോർട്ടോട് കൂടി മാത്രമേ ഞങ്ങളുടെ ഈ കോളേജിലെ കാര്യങ്ങൾ പുറം ലോകം അറിയിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കോളേജ് തീരുമാനിച്ചിരിക്കുന്നതിന് പ്രകാരം എല്ലാ വിദ്യാർത്ഥികൾക്കും ജോലി എന്നുള്ള കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല. അത് നമ്മൾ എല്ലാവർക്കും നേടിക്കൊടുത്തുകൊണ്ട് തന്നെയായിരിക്കും ഇനി വരുന്ന അടുത്ത ബാച്ചുകളിലെ വിദ്യാർത്ഥികൾക്കായാലും അതിന്റെ അടുത്ത ബാച്ചുകൾക്കുള്ള വിദ്യാർത്ഥികൾക്കായാലും എല്ലാ വിദ്യാർത്ഥികൾക്കും കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജോലി 100% ഇവിടെ നമ്മുടെ കോളേജിൽ നിന്നും പ്ലേസ്മെന്റ് ഉറപ്പുവരുത്തുന്നുള്ള കാര്യം. LBSന്റെ ടിക്ക് വെൽഡിംഗ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്ത 5 വിദ്യാർത്ഥികൾ നിലവിൽ ഖത്തറിൽ പ്ലേസ് ആയിട്ടുണ്ട്. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ആദ്യത്തെ പ്ലേസ്മെന്റ് അതായിരുന്നു. 5 വിദ്യാർത്ഥികളാണ് ആദ്യം ടിക്ക് വെൽഡിംഗ് എന്ന് പറയുന്ന LBSന്റെ കോഴ്സിന് ഇവിടെ ജോയിൻ ചെയ്തത്. ആ 5 വിദ്യാർത്ഥികൾ കോഴ്സ് പൂർത്തീകരിച്ചു. ഇന്ന് അവർ നിലവിൽ ഖത്തറിൽ 2ാമത്തെ മാസം സാലറിയും വാങ്ങിക്കഴിഞ്ഞു. നമ്മുടെ കോളേജിലെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിദ്യാർത്ഥികൾക്കും 100% പ്ലേസ്മെന്റ്, ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് അവര് ജോലിയില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മാനേജ്മെന്റ് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് എല്ലാവർക്കും ജോലി ഉറപ്പുവരുത്തുക എന്നുള്ള ആ ഒരു തീരുമാനത്തിന് പ്രകാരം തന്നെയാണ് നമ്മൾ ഇങ്ങനെ എല്ലാവരെയും കോഴ്സ് കഴിഞ്ഞവരെ പ്ലേസ് ചെയ്യുന്നത്. കേരള യൂണിവേഴ്സിറ്റിയായി ബന്ധപ്പെട്ട് UGC അംഗീകാരമുണ്ടോ? ഇവർക്ക് ചിലർക്കൊരു തെറ്റിദ്ധാരണ ഉണ്ട്. അങ്ങനെ ഈ പുറത്തുള്ള UP വെങ്കടേശ്വര യൂണിവേഴ്സിറ്റിയായിട്ട് കണക്ട് ചെയ്ത് വരുമ്പോൾ അത് കേരളത്തിൽ PSC എഴുതാനോ അങ്ങനെയുള്ള സംശയമാണ് കൂടുതലും നിലനിൽക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിശദീകരണം തരാം. ഇപ്പൊ നമുക്ക് UGC എന്ന് പറയുമ്പോൾ UGCയുടെ അണ്ടറിലാണ് നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ സർവകലാശാലകളും പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിൽ ഒരു സർവകലാശാല മാത്രമാണ് കേരള യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്.
അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഏകദേശം 1000-ലധികം യൂണിവേഴ്സിറ്റികളുണ്ട് UGCയുടെ അണ്ടറിൽ. അപ്പോൾ UGCയുടെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന ശ്രീ വെങ്കടേശ്വര യൂണിവേഴ്സിറ്റി പഠിച്ച വിദ്യാർത്ഥികളാണ് നമ്മൾ ഈ 35ഓളം പേർക്ക് ഇന്ന് പ്ലേസ്മെന്റ് ഡ്രൈവ് നടക്കുന്നത്. നമ്മൾ UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള ഏതൊരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചാലും ആ വിദ്യാർത്ഥികൾക്ക് കേരള PSC ആയാലും കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആയാലും അതുപോലെ UPSC ആയാലും അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്തുള്ള വിദേശ രാജ്യങ്ങളിലോട്ട് പോകാനായാലും എല്ലാം ഈക്വലൻസി സെയിം ആണ്. അപ്പോൾ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാകാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലുള്ള വിദ്യാർത്ഥികളെല്ലാവരും കേരള യൂണിവേഴ്സിറ്റിയിൽ മാത്രമല്ല പഠിക്കുന്നത്. നമ്മളെ കേരളത്തിലുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മൾ ബാംഗ്ലൂർ പോയി പഠിക്കുന്നുണ്ട്. അത് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയാണ്. അതുപോലെ നമ്മുടെ കേരളത്തിൽ തന്നെ നമ്മൾ തൊട്ട് അങ്ങോട്ട് എറണാകുളത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ MG സർവകലാശാലയാണ്. അതുപോലെ എറണാകുളം അമൃതയിൽ പഠിച്ചു കഴിഞ്ഞാൽ അമൃത യൂണിവേഴ്സിറ്റിയാണ്. അതുപോലെ തമിഴ്നാട് പോയി കഴിഞ്ഞാൽ ഡോക്ടർ MGR മെഡിക്കൽ യൂണിവേഴ്സിറ്റിയാണ്. ചെന്നൈയിൽ പോയി നമ്മൾ സത്യസായിയിൽ പഠിച്ചു കഴിഞ്ഞാൽ സത്യസായി യൂണിവേഴ്സിറ്റിയാണ്. അതുപോലെ തന്നെ നമ്മൾ ആന്ധ്രയിൽ പോയി കഴിഞ്ഞാൽ YSR യൂണിവേഴ്സിറ്റിയാണ്. അങ്ങനെ ആയിരക്കണക്കിന് സർവകലാശാലകൾ ഉണ്ട് നിലവിൽ. അപ്പൊ UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള ഏതൊരു സർവകലാശാലയിൽ പഠിച്ചാലും കേരള PSCയിലായാലും UPSCയിലായാലും എവിടെ ആയാലും ഈക്വലൻസി സെയിം ആണ്, വാലിഡിറ്റി സെയിം ആണ്. 2026-27 ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഭംഗിയായിട്ട് നടന്നു വരികയാണ്. ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കോഴ്സ്, അതായത് നമ്മുടെ LBSന്റെ നമ്മുടെ സെന്റർ കോഡ് വരുന്നത് 0131 സെന്റർ അഫിലിയേഷൻ കോഡ് വരുന്നത്. അപ്പോൾ നമ്മുടെ അഡ്മിഷന് വേണ്ടിയിട്ട് നിങ്ങളെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം, സഹകരണം ഉണ്ടാവണം. നമുക്ക് അഡ്മിഷൻ നടക്കുകയാണ്. 2026-27 ബാച്ചിലേക്കുള്ള അഡ്മിഷൻ പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളുടെയും അതുപോലെ തന്നെ LBSന്റെ സ്കിൽ കോഴ്സുകളുടെയും അഡ്മിഷൻ നടക്കുകയാണ്.